ബജാജ് ചേതക് ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വണ്ടികളിൽ ഒന്നാണ് ബജാജ് ചേതക്. കാരണം വേറൊന്നല്ല, നമ്മുടെ ജനിച്ചു വളർന്ന സമയം മുതൽ നമ്മൾ ബജാജ് ചേതകിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം റീസെന്റ് വന്നിട്ട് ഇലക്ട്രിക് സെഗ്മെന്റിലേക്ക് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നല്ല സെയിൽസ് കാഴ്ചവെക്കുന്ന വണ്ടി തന്നെയാണ് ബജാജ് ചേതകിന്റെ ഇലക്ട്രിക് സെഗ്മെന്റും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും പുതിയ സീരീസ് ആയ 35 സീരീസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടി എന്ന 3 വേരിയന്റ് ഓപ്ഷൻസിലാണ്. 3501, 3502, അത് 3503. 3503 എന്നുള്ള ബേസ് വേരിയന്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതിന്റെ വണ്ടിയുടെ പ്രൈസസ് റിവീൽ ചെയ്യുമെന്നാണ് റീസെന്റ് ബജാജ് ചേതക് പറഞ്ഞത്. നേരെ മറിച്ച് 3501ഉം 3502ന്റെ ഡീറ്റെയിൽസും അതിന്റെ പ്രൈസസും ഫൈനലി റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന ഈ രണ്ട് വണ്ടികളെ കുറിച്ചാണ്. അതായത് 3501ഉം 3502ന്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്ന ആൻസേഴ്സ് ആണ്, തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒപ്പം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ബജാജ് ചേതക് 3501ഉം 3502, അതായത് പുതിയ രണ്ട് വണ്ടിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കാര്യമായ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. ആദ്യമേ ചേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രെയിം കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീൽ ബേസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആ വീൽ ബേസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറലി മനസ്സിലാക്കാം അതിന് വണ്ടിയുടെ ലെങ്ത്തും കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 80 mm സീറ്റ് ലെങ്ത്തും കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല ചേസസും റീഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ചേസസ് റീഡിസൈൻ ചെയ്യാനുള്ള മെയിൻ കാരണം വേറൊന്നുമല്ല, ബാറ്ററി പാക്കിന്റെ കംപ്ലീറ്റ്ലി ഒരു മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അണ്ടർ സീറ്റിലാണ് അതിന്റെ ബാറ്ററി പാക്ക് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നേരെ മറിച്ച് പുതിയ വണ്ടിക്കകത്ത് അത് ഫ്ലോർ ബോർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കാര്യമായ ചേഞ്ചാണ് ബാറ്ററി പാക്ക് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചേഞ്ച് വന്നൊരു കൺട്രോളറാണ്. നമുക്കിപ്പോൾ റീസെന്റ് കുറേ കംപ്ലയിൻസ് കേട്ടിട്ടുണ്ടായിരുന്നു ബജാജിന്റെ കൺട്രോളറിനെ കുറിച്ച്. അപ്പോൾ കംപ്ലീറ്റ്ലി അവർ റീഡിസൈൻ ചെയ്തിട്ട് പുതിയ കൺട്രോളറായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ വന്നിട്ട് അത് സീറ്റിന്റെ അണ്ടറിലാണ് ഉണ്ടായിരുന്നത് കൺട്രോളർ. അത് നേരെ മറിച്ച് ഇപ്പോൾ മാറ്റിയിട്ട് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് മേജറായിട്ട് ചേഞ്ച് വന്നിട്ടുള്ളത്. ബാക്കി നമ്മൾ മോട്ടറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ സെയിം മോട്ടർ തന്നെയാണ്. സൈഡ് മൗണ്ട് PMSM മോട്ടറാണ് വന്നിട്ടുള്ളത്. അത് ഗിയർ ഡ്രൈവ് സിസ്റ്റം തന്നെയാണ്. നമ്മുടെ എക്സിസ്റ്റിംഗ് ഒരു ചേതക്കിലുള്ള അതേ ഒരു മോട്ടോർ കോമ്പിനേഷനാണ് ഈ വണ്ടിക്ക് അത് വന്നിട്ടുള്ളത്. അതിലൊന്നും വേറെ ചേഞ്ച് വന്നിട്ടില്ല. വേറെ കാര്യമുള്ളത് അതിൻ്റെ ഒരു ബാറ്ററി പാക്ക് കൂൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫാൻ സിസ്റ്റം വെച്ചിട്ടാണ് എയർലി ചേതക്കിലെ വണ്ടി തണുപ്പിച്ചുകൊണ്ടിരുന്നത്. അത് ബാറ്ററി പാക്ക് കൂൾ ചെയ്യുന്നത് ഒരു ഫാൻ സിസ്റ്റം ആയിരുന്നു. അത് കംപ്ലീറ്റ് മാറ്റിയിട്ട് നമ്മൾ ഫ്ലോർ ബോർഡിലേക്ക് ആയപ്പോൾ എയറോഡൈനാമിക് പ്രോപ്പർട്ടി വെച്ചിട്ട് വണ്ടി കൂൾ ചെയ്യാനുള്ള ടെക്നോളജിയാണ് ചെയ്തിട്ടുള്ളത്. അത് വേറൊന്നുമില്ല, അവർ കംപ്ലീറ്റ്ലി വണ്ടിയുടെ ഫ്രെയിം റീഡിസൈൻ ചെയ്തിട്ട് എയറോഡൈനാമിക്, അതായത് എയർ കയറി പോകുന്ന ഒരു ടൈപ്പ് ഡിസൈനിലാണ് ഇപ്പോഴത്തെ ഒരു കൂളിംഗ് സിസ്റ്റം വരുന്നത്. അത് തീർച്ചയായിട്ടും R&D ടീമിന് നമ്മൾ തീർച്ചയായിട്ടും കൈയ്യടി കൊടുക്കേണ്ട കേസ് തന്നെയാണ്. അപ്പോൾ നല്ല ടെക്നിക്കലി അഡ്വാൻസ്ഡ് വണ്ടിയായിട്ടാണ് ചേതക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും പറഞ്ഞത് കാര്യം മനസ്സിലുണ്ടാവും. അണ്ടർ സീറ്റ് സ്റ്റോറേജ് കാര്യമായി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചേതക് നോക്കുകയാണെങ്കിൽ അണ്ടർ സീറ്റ് സ്റ്റോറേജ് വന്നിട്ട് കാര്യമായി കുറവായിരുന്നു, വളരെ കുറവെന്ന് തന്നെ പറയാം. നമുക്ക് ഹാഫ് ഫേസ് ഹെൽമെറ്റ് കഷ്ടിച്ച് വെക്കാൻ പറ്റുന്ന കണ്ടീഷനിലായിരുന്നു അണ്ടർ സീറ്റ് സ്റ്റോറേജ്. ഈ പുതിയ ചേതകിൽ വന്നിട്ട് കംപ്ലീറ്റ് ഇത് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 35 ലിറ്ററിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് 2 ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഈസിലി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെ കാര്യമായ ചേഞ്ചാണ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് വന്നിട്ടുള്ളത്. നമ്മൾ പുതിയ വണ്ടിയെ 3501, അത് ടോപ്പ് എൻഡ് വണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടിക്കകത്ത് വരുന്നത് 5 ഇഞ്ചിൻ്റെ TFT ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. നമുക്ക് കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ട് ടച്ച് സ്ക്രീൻ മോഡലാണ് എൻ്റെ ഇൻസ്ട്രുമെന്റേഷൻ ക്ലസ്റ്റർ വരുന്നത്. ഈ ടച്ച് സ്ക്രീനകത്ത് നമുക്ക് ഫുൾ മാപ്പ് നാവിഗേഷൻ വരുന്നുണ്ട്. അത് നേരത്തെ നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് ഫുൾ മാപ്പ് സിസ്റ്റമാണ് വണ്ടിക്കകത്ത് വരാൻ പോകുന്നത്. അടുത്ത നമ്മൾ ചാർജറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ കാര്യമായ ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് 950 വാട്ട്സിൻ്റെ ക്വിക്ക് ചാർജർ വന്നിട്ടുണ്ട്. അതിൽ മേജറായിട്ട് ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് 0 to 80 അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് 3 മണിക്കൂർ മതി. അത് ഓൺ ബോർഡ് ചാർജറും കൂടിയാണ്. അപ്പോൾ കാര്യമായ ചേഞ്ച് വന്നിട്ട് ചാർജിങ് ടൈമിൽ വന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ മെറ്റൽ ബോഡി പാനൽസ് വരുന്നുണ്ട്. IP67 റേറ്റഡ് ആണ്. ജിയോ ഫെൻസിങ് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഡോക്യുമെന്റേഷൻ സ്റ്റോറേജ് സ്പേസ് വണ്ടിക്കകത്ത് വരുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഓവർ സ്പീഡ് അലേർട്ടും അതുകൂടാതെ 30+ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷേ വേറെ കാര്യമുള്ളത് നിങ്ങൾക്ക് 30+ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അഡീഷണൽ ടെക് പാക്ക് എടുക്കേണ്ടി വരും. അതിന് അഡീഷണൽ പേയ്മെൻറ്റും ചെയ്യേണ്ടി വരും. അതുപോലെ ബാറ്ററി പാക്ക് നോക്കുകയാണെങ്കിൽ ഈ വണ്ടിക്കകത്ത് വരുന്നത് 3501 തരുന്നത് 3.5 kW നോൺ റിമൂവബിൾ ടൈപ്പ് ബാറ്ററി വരുന്നത്. അതിൻ്റെ റേഞ്ച് IDC ക്ലെയിം ചെയ്യുന്നത് 153 കിലോമീറ്ററും റിയൽ വേൾഡ് റേഞ്ച് കമ്പനി അവകാശപ്പെടുന്ന 120 കിലോമീറ്ററാണ്. നമ്മൾ ടോപ്പ് സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 73 km/h ആണ് ടോപ്പ് സ്പീഡ്. അത് വേറെ കാര്യമുള്ളത് നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വരുന്നുണ്ട്. അതായത് നമുക്ക് കീലെസ് ഓപ്ഷൻ 3501 വരുന്നുണ്ട്. അടുത്ത എല്ലാ കാര്യൻ്റെ പ്രൈസ് തന്നെയാണ്. 3501 പ്രൈസ് വരുന്നത് 1,27,243 രൂപ എക്സ്ഷോറും വരെയൊക്കെ നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാം. ഏകദേശം അപ്രോക്സിമേറ്റ് റേറ്റ് ആണ്. ഓരോ ലൊക്കേഷൻ വൈസ് ചേഞ്ച് ആകാൻ ചാൻസസ് ഉണ്ട്. നേരെ മറിച്ച് 3502ൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അത് മിഡിൽ വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടിക്കകത്ത് വരുന്നത് 5 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വരുന്നത്. പക്ഷേ ടച്ച് സ്ക്രീൻ അല്ല. നേരെ മറിച്ച് 3501 ടച്ച് സ്ക്രീനും 3502 നോൺ ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ അണ്ടർ സീറ്റ് സ്റ്റോറേജ് വന്നിട്ട് ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. 35 ലിറ്റേഴ്സിൻ്റെ തന്നെയാണ് ഈ വണ്ടിക്കകത്ത് വരുന്നത്. പക്ഷേ വേറെ കാര്യമുള്ള മെക്കാനിക്കൽ കീ ആണ്. നമുക്ക് കീലെസ് ഓപ്ഷൻ 3502 വരുന്നില്ല. 3502ൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1,20,000 രൂപയാണ് എക്സ്ഷോറും വില വരുന്നത്. ഇത് കൂടാതെ ഞാൻ വീഡിയോ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ ഈ വണ്ടിക്കകത്ത് മൂന്നാമത് വേരിയൻ്റ് ഉണ്ട്, ബേസ് വേരിയൻറ്റ് 3503. ഈ വണ്ടി കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടിക്കകത്ത് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റേഷൻ ക്ലസ്റ്ററാണ് വരുന്നത്. അതായത് ഒരു ബേസിക് വണ്ടിയാണ്. ബാക്കി നമുക്ക് അണ്ടർ സീറ്റ് സ്റ്റോറേജും എല്ലാം സെയിം തന്നെയാണ്. 35 ലിറ്റേഴ്സ് തന്നെയാണ് വരുന്നത്. ഈ വണ്ടിയെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് കമ്പനി പുറത്ത് വിട്ടിട്ടില്ല, പ്രൈസസ് റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ വരുന്ന മറിക്കാൻ വീഡിയോ ചെയ്യാം. നിങ്ങൾ വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരും. അതിനാണ് നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് വെച്ചാൽ മതിയേ.
അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഒരു ക്വിക്ക് വീഡിയോ ആയിരുന്നു. അപ്പോൾ 3 വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി വന്നതാണ്. അതായത് അവൈലബിൾ ഡീറ്റെയിൽസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.